ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. സാംസ്കാരിക വകുപ്പ് ഒരു മോശം വകുപ്പാണോ? പ്രത്യേകിച്ച് രാജ്യത്തിന്റെ ആവുമ്പോൾ അതിന്റെ സഹമന്ത്രി എന്ന് പറയുമ്പോൾ അത്യാവശ്യം പണി കാണത്തില്ലേ? പണിയുണ്ടാവും. എന്താണ് സാംസ്കാരിക വകുപ്പിന്റെ പരിപാടികൾ? രാജ്യത്തുള്ള സാംസ്കാരിക കലാപ്രവർത്തനങ്ങളിലെല്ലാം ഇടപെടുന്നത് സാംസ്കാരിക വകുപ്പാണ്. അപ്പൊ ആ സാംസ്കാരിക വകുപ്പിന്റെ കീഴിൽ ചലച്ചിത്രം വരും, ചലച്ചിത്ര അക്കാദമി വരും, അതുപോലെ തന്നെ മറ്റ് അവാർഡുകൾ വരും, ഒരുപാട് സാംസ്കാരിക ഉത്സവങ്ങളുടെ കാര്യങ്ങൾ വരും. പ്രത്യേകിച്ച് തൃശ്ശൂർ പൂരം ഒക്കെ ഈ സാംസ്കാരിക വകുപ്പിന്റെ ഭാഗമായിട്ടുള്ളതാണ്. നമ്മുടെ കേരളത്തിലെ സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാനാണ്. അദ്ദേഹത്തിന് തന്നെ കേരളത്തിൽ ഒരുപാട് പണികളുണ്ട്. അപ്പോൾ വിവിധ സംസ്ഥാനങ്ങളിലുള്ള മന്ത്രിമാരുടെ ഏകോപനവും മീറ്റിങ്ങുകളും അങ്ങനെ ഒരുപാട് പണികളുള്ള ഒരു വകുപ്പാണ് സാംസ്കാരിക വകുപ്പ്. പക്ഷേ നമ്മുടെ തൃശ്ശൂർ MP സുരേഷ് ഗോപിക്ക് ഈ വകുപ്പിലെ സഹമന്ത്രി സ്ഥാനം കൊണ്ട് പിടിച്ചിട്ടില്ല. കാരണം ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതുള്ളതുകൊണ്ട് ചില കാര്യങ്ങൾ സുരേഷ് ഗോപി ഏറ്റെടുത്ത് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് എന്തെങ്കിലും ആകുമോ? ഒന്നും ആകില്ല. കാരണം സുരേഷ് ഏട്ടന്റെ വിജയത്തിന് വേണ്ടി ഒരുപാട് കാശാണ് തൃശ്ശൂർ മണ്ഡലത്തിൽ ഇങ്ങനെ ഒഴുകിപ്പോയത്. അദ്ദേഹം കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ അതിനകത്ത് ഒഴുകിപ്പോയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ തിരിച്ചു പിടിക്കണ്ടേ? എങ്ങനെ? അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ അതിൽ നിന്നും എടുക്കുന്നില്ല, ഇതിൽ നിന്നും എടുക്കുന്നില്ല. അദ്ദേഹത്തിന്റെ വാഴ്ത്തുപാട്ടുകാർ അതൊക്കെ പാടി നടക്കുന്നുണ്ടെങ്കിലും അതിന്റെയൊക്കെ പിന്നിൽ മറ്റു ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായേക്കാം. പക്ഷേ തൃശ്ശൂര് എങ്ങനെയാണ് സുരേഷ് ഗോപി വിജയിച്ചത്? ആലത്തൂർ അടക്കമുള്ള ആലത്തൂരിലെ തന്നെ നെന്മാറ, ചിറ്റൂര് നിയോജക മണ്ഡലങ്ങളിൽ നിന്നൊക്കെ ഒരുപാട് ആളുകളെ, കേരളത്തിലെ വിവിധ നിയമസഭാ മണ്ഡലങ്ങളിൽ താമസിക്കുന്ന പലതരം ആളുകളെ തൃശ്ശൂരിലേക്ക് കൊണ്ടുപോയി, തൃശ്ശൂരിന്റെ വിവിധ മണ്ഡലങ്ങളിൽ കൊണ്ടുപോയി അവിടുന്ന് ഒരു കൃത്രിമമായ വാടക ചീട്ടുണ്ടാക്കി 50,000-ഓളം ആളുകളെ റിക്രൂട്ട് ചെയ്ത് അവിടുത്തെ വോട്ടർമാരാക്കി മാറ്റി. അതിനുശേഷം അവരെല്ലാം കൃത്യമായിട്ട് താമരയ്ക്ക് കുത്തുകയും ചെയ്തു. അങ്ങനെയാണ് തൃശ്ശൂരിൽ സുരേഷ് ഗോപി വിജയിച്ചത്. ഇതിനൊക്കെ ധാരാളം പൈസ ചെലവ് വന്നിട്ടുണ്ട്. അപ്പൊ ഒരു സാംസ്കാരിക വകുപ്പിന്റെ സഹമന്ത്രി സ്ഥാനം കിട്ടിയാൽ എന്താണ് അതിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റുന്നത്? ഒന്നും ഉണ്ടാക്കാൻ പറ്റത്തില്ല. ഇപ്പൊ തൃശ്ശൂർ പൂരത്തിന്റെ മെയിൻ കാര്യവാഹകമൊക്കെ സുരേഷ് ഗോപിക്കാവാം. ഇപ്പൊ തമിഴ്നാട് നോക്കുവാണെങ്കിൽ ജല്ലിക്കെട്ടിന്റെ ഒക്കെ ആവാം. അങ്ങനെ ചില ഉത്സവങ്ങൾക്കും ആഘോഷങ്ങൾക്കും ചില കലാപ്രവർത്തനങ്ങൾക്കും മാത്രമായി സഹമന്ത്രി സ്ഥാനം ഒതുങ്ങിപ്പോകും എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം. അപ്പൊ സുരേഷ് ഗോപി പ്രതീക്ഷിച്ചത് നഗര വികസനമോ മറ്റോ ഒക്കെയാണ്. അതിലൊരു സഹമന്ത്രി ആണെങ്കിൽ പോലും ഗ്രാമങ്ങളിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാമെന്നൊക്കെ കരുതിയിരിക്കുമ്പോഴാണ് മോദി, അമിത്ഷാ അല്ലെങ്കിൽ NDAയുടെ പുതിയ സഖ്യകക്ഷികളൊക്കെ ചേർന്നിട്ട് സുരേഷ് ഗോപിക്ക് സാംസ്കാരിക വകുപ്പ് മതി എന്ന് പറഞ്ഞു കൊടുത്തു. അതോടുകൂടി പുള്ളിക്കാരൻ ഇടഞ്ഞു. ആ ഇടച്ചില് നീ സഹമന്ത്രി ആവുന്നില്ല, ഒന്നും ആവുന്നില്ല, സഹമന്ത്രിക്കാണോ ഞാൻ ഇത്രയും നേരം രാവിലെ ഡൽഹിയിലോട്ട് വന്ന് ഇത്രയും നേരം നിന്ന് ഏതാണ്ട് 51-ാമതായിട്ടും 60-ാമതായിട്ടും ഒക്കെ ഒന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് ആ ദേഷ്യത്തിൽ തിരിച്ചു വരുമ്പോഴാണ് മീഡിയ വന്നെ കൈ കിട്ടുന്നത്. മീഡിയ വന്നെ കൈ കിട്ടിയപ്പോൾ തന്നെ മീഡിയ വന്നെ രോഷമൊക്കെ എങ്ങനെ തീർത്ത് സഹമന്ത്രി സ്ഥാനം എന്താ ചെറുതാണോ എന്ന് ചോദിച്ചിട്ട് ആ മന്ത്രിസ്ഥാനം ആശാനി പൊയ്യാൻ നടക്കുക. എന്താണെങ്കിലും സുരേഷ് ഗോപി വിചാരിച്ചത് നടന്നില്ല. അല്ലെങ്കിലും സ്വതന്ത്ര ചുമതലയുള്ള മന്ത്രിയൊക്കെ പെട്ടെന്ന് അങ്ങ് കൊടുക്കാൻ പറ്റുമോ? ചില വകുപ്പുകളൊക്കെ കൈകാര്യം ചെയ്ത് ചില അതിന്റെ എക്സ്പീരിയൻസ് ഒക്കെ ഒന്നുമ്പളേ കൊടുക്കത്തുള്ളൂ. ഇപ്പം എല്ലാവരും എന്തെങ്കിലുമൊക്കെ വകുപ്പിന്റെ കീഴിൽ കുറച്ച് നാള് നിന്നിട്ടുള്ള ആളുകളൊക്കെ തന്നെയാണ്. വളരെ ചുരുക്കം ആളുകളെ ഉള്ളൂ ഡയറക്റ്റ് മന്ത്രിയാവുന്നത്. അവരൊക്കെ ഏതെങ്കിലും വകുപ്പിന്റെ കീഴിൽ നിർത്തി പരിശീലനമൊക്കെ കൊടുത്തിട്ടാണ് പിടിച്ച് മന്ത്രിയാക്കുന്നത് എന്ന് സുരേഷ് ഗോപി ഒന്ന് ആലോചിക്കാമായിരുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും സുരേഷ് ഗോപി സാംസ്കാരിക വകുപ്പിന്റെ സഹമന്ത്രി ആവില്ല എന്നാണ് ഞാൻ അറിയിച്ചിരിക്കുന്നത്. അദ്ദേഹം അതുമായിട്ട് മുന്നോട്ട് പോകും. എന്തായാലും അദ്ദേഹം ഉടക്കി തന്നെയാണ്. ഒന്നുമില്ലെങ്കിലും മറ്റു മണ്ഡലങ്ങളിൽ നിന്ന് 19,000 പേരെ കൊണ്ടുവന്നല്ലേ, അവതിന്റെ ചെലവെങ്കിലും കിട്ടിയില്ലെങ്കിൽ മുതലാകുമോ ആശാനെ? അപ്പൊ ഈ വീഡിയോയെ കുറിച്ചുള്ള അഭിപ്രായം തീർച്ചയായും കമന്റായി രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോ ആയി കാണാം.